സുഖമാണോ? സുഖാണ്. സുഖമാണ്. ഇത് പഠിക്കാനൊന്നും പോകുന്നില്ലേ? ഇതിന്റെ ഇടയിൽ ചെറുതായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, നരയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ഇരുന്ന് പൊരിക്കാം. സോന, എന്തോ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സോനയുടെ അടുത്ത് ചോദിക്കാനുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്കിൾ. ഈ അടി പൂക്കുറ്റി ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അങ്കിളുടെ. എവിടെ നിന്നൊക്കെയാണ് ഈ നല്ല നല്ല ഈ വാക്കുകൾ കിട്ടുന്നത്? അതിന്റെ ഗുഡൻസ് എന്താണ്? എനിക്കൊന്ന് പറഞ്ഞു. അതിങ്ങനെ ഞാൻ പറയുന്നത് ദൈവം കൊണ്ട് തരുന്ന. കാരണം ഓരോ സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയും. അത് ഒരു സ്ഥലത്ത് അടി പൂക്കുറ്റിയാണെങ്കിൽ ഇവിടെ അതാണല്ലോ ഇതിന്റെ ഒരു അതിപ്പം എല്ലായിടത്തും കയറി ഏറ്റിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴത്തെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയാം. മനസ്സിലായി? നുണക്കുഴി ഉണ്ടല്ലേ, കള്ളം പറയൂ. കള്ളം ഇച്ചിരി. നക്ഷത്രം എന്താണ്? എന്റെയോ? പറയാൻ പറ്റാത്ത വല്ലതാണോ? കള്ളം പറയരുത്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രസ്സിൽ. അമ്മ ഹൗസ് വൈഫ് ആണ്. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. അത് ശരി. എന്ത് ചെയ്യുന്നവര്? രണ്ടുപേരും ട്രാവൽസിൽ വർക്ക് ചെയ്യാണ്. ഏത് ട്രാവൽസ്? കോവളം താജ്. കോവളം താജ്. ഓക്കെ. കൂടെ ആരാ വന്നേ? ഇപ്പൊ എന്റെ കൂടെ വന്നത് എന്റെ ഇളയേട്ടനാണ്. ഇളയേട്ടൻ എന്താ പേര്? ജെലിൻ ആണ്. ജെലിൻ, ഹായ്. കേൾക്കാമല്ലേ? വിളിക്കാം. ഇതിന്റെ ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് നമ്മുടെ സോനയെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ താങ്കളിലോട്ട് തിരിച്ചു വരാം. ഓക്കെ. സിനിമയില് അഭിനയിക്കണം ആഗ്രഹം കാണുമല്ലോ? എന്തായാലും ഒരുപാടുണ്ട്, പക്ഷെ ഇതുവരെ വിളിയൊന്നും വന്നില്ല. ഇനി വരും. താങ്ക് യു. ഇനി വിളി വന്നിരിക്കും. ആരുടെ കൂടാണ്? മോഹൻലാലിന്റെ കൂടാണോ അതോ മമ്മൂക്കയുടെ കൂടാണോ അതോ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ? നിവിൻ പോളി, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവരുടെയും കൂടെ കിട്ടിയാലും ഞാൻ ചെയ്യും. ചെറിയ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കൊണ്ട് കൊടുക്കുന്ന മാത്രമാണ്. ഓക്കെ. എന്നാലും അതാണെങ്കിലും അതായത് അപ്പം ഇങ്ങനെ ആയിരിക്കും ഡയലോഗ്. കുട്ടി, ആ ചായ ഇനി എടുത്തോണ്ട് വരൂ എന്ന് പറയുമ്പോഴത്തേക്ക് ചായ ഇങ്ങനെ കൊടുക്കും. അപ്പൊ പറയും കുടുങ്ങയൊന്നും വേണ്ട, ചായ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി, പൊക്കോളൂ എന്ന് പറഞ്ഞ് പോണു. ഇത്രേ ഉള്ളു സീൻ. പറ്റൂ? ചെയ്യൂ അങ്കിൾ, ചെയ്യും. ഭയങ്കര വലിയ ആഗ്രഹമാണ്. വെരി ഗുഡ്. പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, റെഡി? 1 2 3 4. വായാടി പെറ്റ പുള്ള വരപ്പോര നല്ല പോല യാരിവ கையில குத்துது காத்தாடி, காதுல ஆடுது கூத்தாடி, கண்ணல கலரா கண்ணாடி, வம்புக்கு வந்து நிப்பா யாரிவ. അത് തമിഴായോണ്ട് കുറച്ചേ പഠിച്ചുള്ളൂ. കുഴപ്പമില്ല. ഇത്രയും കൊണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഞാനും ഉണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു മലയാളം പാട്ട് പഠിക്കുക. മലയാളം പാട്ടോ? ഏത് മലയാളം പാട്ടാ? പ്രമദവനം. അയ്യോ, അത് വേണ്ട. ഗംഗേ പാടിക്കും. ഇതൊക്കെ കൂടിയ പാട്ടായിപ്പിച്ച് എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ പടകാളി പാടിയാലും മതി. പടകാളി ചണ്ടിച്ചങ്കരി പോർക്കിലി മർക്കിലി ഭഗവതി അടിയനെ തലപോടി നിർത്തിരിക്കണമേ, പറമേളം ചെണ്ടച്ചെങ്കുല തൃത്തുരി മത്തല മരമണി കിണികിണി പടതാളം തക്കടക്കടത്തക്കത്തൈ. അത് പാടി. അതും പറ്റത്തില്ലേ? ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. അത് പാടിക്കും. അല്ല, തെറ്റുപറ്റിയ ഞാൻ തിരുത്തരാം. പാടിക്കും. ശൂലം പടയുടെ ചെമ്പട കൊട്ടി കൊട്ടി കേറും താളം ഇങ്കൊന്നും ഇവിടില്ല. അതാ ഞാൻ പറഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം. ശൂരം പടയുടെ ചെങ്കട കൊട്ടി അല്ല ചെമ്പട. ഓക്കെ. ശൂലം ശൂരം പടയുടെ ചെങ്കട ചെമ്പട. ശൂരം പടയുടെ ചെമ്പട കൊട്ടി കൊട്ടി കൊട്ടിക്കേറും താളം. ശൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം. എനിക്ക് തെറ്റിപ്പോ. നാലും കൂടുന്ന ഒരു കവല. മനസ്സിലായല്ലോ? അത് ഇവിടുന്ന് നേരെയും പോവാം, ഇവിടുന്ന് ഇങ്ങനെയും വരാം. അപ്പം ഇവിടുന്ന് വണ്ടി വരും, അവിടുന്ന് വരും, അവിടുന്ന് വരും, ഇവിടുന്ന് വരും. അപ്പം ഇവിടുന്ന് ഒരു കാറ് വരുന്നു, അവിടുന്ന് ഒരു ബസ് വരുന്നു, ഇവിടുന്ന് ഒരു ലോറി വരുന്നു,
ഇവിടുന്ന് ഒരു കാളവണ്ടി വരുന്നു. എന്ത് നടക്കും? എന്താണ്? എന്ത് നടക്കും അവിടെ? ആ കവലയിൽ എന്ത് നടക്കും? 4 കൂടുന്ന കവല. കാറ്, ലോറി, ബസ്, കാളവണ്ടി. എന്ത് നടക്കും? ആ കവലയിൽ എന്ത് സംഭവിക്കും? ആ കവലയില് കാള ഇടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി റോസ്റ്റ് ചെയ്ത് നല്ല കറിയും പിന്നെ ഫ്രൈയും ഒക്കെ ആയിട്ട്. കാളയല്ലേ, ബാക്കിയെല്ലാം പുതിയ ഐറ്റങ്ങളല്ലേ, മീൻസ് കാറ്, ബസ്, ലോറി. കാള ഇടിച്ചിട്ടിട്ട് അത് പഴയ ഏതാണ് ഇടിക്കുന്നത്? ലോറി ഇടിക്കും. ലോറി കാള ഇടിച്ചിരും. എന്നിട്ട് ഇടിച്ചിട്ടിട്ട് അവര് പോവും. അപ്പൊ അല്ല 4 ഇതും കൂടെ വരില്ലേ? അതെ. അടുത്ത ആരെ ഇടിക്കും? അടുത്ത് ലോറി എന്നല്ലേ പറഞ്ഞ, ബസ്സിനെ ഇടിക്കും. മെടിക്കും. ഇതാണ് സ്കൂളിൽ പോണെന്ന് പറയുന്നത്. അതെ, ഇവിടുന്ന് എന്ത് വരുന്നു? കാറ്. അവിടുന്ന് ബസ്, ഇവിടുന്ന് ലോറി, ഇവിടുന്ന് കാള. അവിടെ എന്ത് നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാള നടക്കും. ബാക്കിയെല്ലാം വണ്ടിയല്ലേ, നടക്കുന്ന ഒരാളല്ലേ ഉള്ളൂ. ഇതൊരു കുസൃതി ചോദ്യം. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അപ്പൊ ചോദിക്കും. ഒരാള് ബ്രഷ് ചെയ്തോണ്ടിരിക്കായിരുന്നു, പല്ല് ബ്രഷ് ചെയ്തോണ്ടിരിക്കായിരുന്നു, പെട്ടെന്ന് മരിച്ചുപോയി. എന്താ കാരണം? മരിച്ചുപോയി. അതല്ല പക്ഷെ ഉത്തരം. എന്താണ് ഉത്തരം? ഞാൻ പറയട്ടെ. മാക്സ് ഫ്രഷ് ഉന്മേഷത്തിന്റെ അമുട്ട് പൊട്ടി മരിച്ചു. കണക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. എനിക്കോ? അറിയാലോ. അങ്ങനെ വലുതായിട്ട് അറിഞ്ഞു. 25 2 പോയാൽ എത്രയാണ്? ആലോചിച്ച് പറയണം. 25 2 പോയാൽ എത്രയാണ്? 25, 26, 22. 25 2 പോയാൽ 2 പോയാ 24 അല്ലേ? 25 2 പോയാൽ ബാക്കി എത്ര? 2 പോയാലെന്നല്ലേ ചോദിച്ചു ഞാൻ. അപ്പൊ 2 കുറച്ചാലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 25 2 പോയാൽ എത്ര? 5. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ശരിക്കും 25 2 കുറച്ചാൽ എത്ര? 24. എന്നാലും 23 അല്ലേ വരത്തുള്ളൂ. ഞാൻ 23 എന്നല്ലേ പറഞ്ഞേ? 24. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ കേട്ടോ. എല്ലാം പോയി. ഞാൻ തോറ്റു. ഒന്നും വേണ്ട. പിന്നെ എവിടെ നാട്? എന്റെയോ? ട്രിവാൻഡ്രം കോളം എന്ന് പറഞ്ഞ സ്ഥലം. കോവളം. ഓ, അത് ശരി. കോളകാരി. അപ്പൊ പക്ഷെ ഭാഷ കേട്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നേ. കുറച്ച് ഡീസന്റ് അല്ല, അതൊക്കെ വിട്ടേരെ. ഈ കോവളം എന്ന് പറയുന്നതിന് പേര് എന്താണ് കോവളം എന്ന് പറഞ്ഞത്? അങ്ങനെ വരട്ടെ. അപ്പൊ ഈ കോവളത്ത് പിന്നെ ഈ നാരങ്ങ വെള്ളത്തിന് എന്ത് പറയും? എന്തായാലും സോനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക്. മോശം ഭാഷ മോശം എന്നല്ല പറയുന്ന ഭാഷ, മോശം എന്നല്ല ട്രിവാൻഡ്രം. പക്ഷെ അത് പറഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് തമ്പുരുവായി. ഇപ്പൊ എത്ര പഠിക്കുന്നേ? ഞാൻ 7th. കഴിഞ്ഞ വർഷം എത്രയിലായിരുന്നു? 6th. അതിന്റെ മുമ്പിലത്തെ വർഷമോ? 5th. അയ്യോ, ഞാൻ അങ്ങനെയല്ലല്ലോ ഇവിടെ പറഞ്ഞു കേട്ടെ. കഴിഞ്ഞ വർഷം 7ലായിരുന്നു, അതിന്റെ മുമ്പിലത്തെ വർഷം 7ലായിരുന്നു, അതിന്റെ മുമ്പിലത്തെ വർഷം 7ലായിരുന്നു. കാരണം ഈ സീരിയലും ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ലെന്ന്, എല്ലാ വർഷവും 7 തന്നെ നിൽക്കുകയെന്ന്. ഇപ്പൊ 10 അർത്ഥം. ത്വാറ്റ് നിൽക്കുന്നു എന്ന് പറയണം. ഇല്ല, ഞാൻ 7 തന്നെ. ഓക്കെ. അപ്പം ഇതാണ്ടേ അനിക നല്ലൊരു പാട്ട് പാടി. അപ്പൊ നമുക്ക് തകർക്കണ്ടേ, നമുക്ക് ഒരു ചകട വേണ്ടേ? അപ്പൊ ഒരു പാട്ട് പാടി, മലയാളം പാട്ട് പൊളിക്കണം. അനിക അടിച്ചു പൊളിച്ചു, ഇനി നമ്മളും പൊളിക്കണം. തുമ്പീവ
തുമ്പക്കുടത്തിൽ തുഞ്ചത്താലൂഞ്ഞാലിടാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താലൂഞ്ഞാലിടാം. ആകാശ പൊന്നാല ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാല ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താലൂഞ്ഞാലിടാം. നന്നായിട്ട് പാടുന്നുണ്ട്. പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഇത്രയും പാടുമ്പോഴത്തേക്ക് നമ്മൾ വിട്ടുകളയരുത്. അതും കൂടെ പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പം ബൈ ചാൻസ് ഒരു സിനിമയിൽ പാട്ടാണ് വരുന്നെങ്കിലോ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. തട്ടുകടക്കാരൻ അവിടെ ഇരിക്കട്ടെ. ജനനം മുതൽ മരണം വരെ കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ജീവി ആരാണ്? കുസൃതി ചോദ്യമല്ലേ? ഞാൻ പറയട്ടെ? ഞാൻ പറയും പേൻ. പേനോ? അല്ലേ, ജനനം മുതല് മരണം വരെ കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ജീവി. പേൻ നമ്മുടെ തലയിലല്ലേ ഇരിക്കുന്നത്? അത് കുഞ്ഞിന്റെ തലയിൽ പേനുള്ളോണ്ടല്ലേ പറയുന്നത്? അതല്ല, എല്ലാവരുടെ തലയിലുണ്ട്. അപ്പൊ കുളിക്കാറില്ലല്ലേ? കുളിക്കുന്നുണ്ടാണല്ലോ പേന് നനയുന്നത്. അതുകൊണ്ടല്ലേ ജനനം മുതൽ ചിലര് ഡെയിലി കുളിക്കാത്തവരുണ്ടല്ലോ. കുളിക്കാത്തവരുണ്ടാവും. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം, ജനനം മുതൽ മരണം വരെ കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ജീവി. ഞാൻ പറഞ്ഞു പേനാണ്. അറിയോ? അറിയത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അവിടെയൊക്കെ ഇഷ്ടം പോലെയുള്ള ഞങ്ങളുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടുന്ന് ഞങ്ങളുടെ ഒക്കെ ഇങ്ങോട്ട് വരുന്നത്. അവിടെ ഇങ്ങനെ വള്ളത്തിലൊക്കെ വരും. വള്ളത്തില് വരുന്നതോ? മീനോ? അത് തന്നെ, മീൻ. ശരിയാ, ചിന്തിച്ചില്ല ഞാൻ. അല്ല, മനുഷ്യരെന്ന് ഹ്യൂമൻ ബീയിങ്സ് ഉദ്ദേശിച്ചപ്പോ ഞാൻ ഉദ്ദേശിച്ച ഒരു സംഭവമാണ്. എന്തായാലും എല്ലാവർക്കും മനസ്സിലായി സോനയുടെ തല മുഴുവൻ പേനാണ്. അല്ല, കുസൃതി ചോദ്യം ആയതുകൊണ്ട് എന്റെ തരം ഒരു ആൻസർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തന്നതാണ്. എന്നാൽ അങ്ങനല്ല, അത് മീനാണ്. കഴിക്കാറുണ്ടോ? ഇഷ്ടമല്ലേ? നിങ്ങൾക്കൊക്കെ അവിടെ നല്ല ഒരു കുസൃതി ചോദ്യം. ര എന്നുള്ള അക്ഷരം അറിയാവോ? രായി തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു ചോദ്യം. രായി തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. എനിക്കറിയോ? എളുപ്പമാണ്. 12 മണി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് എത്ര? അല്ല, 12 കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് 12:30 എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? 1 കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോ എന്ത് പറയും? 1:30. 2 കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോ എന്ത് പറയും? 2:30. അതെങ്ങനെ? അനിക, ഇപ്പൊ മണിരത്നം സാറിന്റെ പടത്തിലേക്ക് ഒരു ഓഫർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, ശരിയാണോ? അത് ശരിയാണ്. അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. എന്റെ പാട്ട് തുടങ്ങിയിട്ടില്ല. സോ ഈ നെക്സ്റ്റ് വീക്കെങ്കിലും. ആരാണ് ഹീറോ? അതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. സോ ഞാനായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഞാൻ അനികയുടെ പാട്ടാ ചോദിച്ചേ. അയ്യോ, ഇത്തിരി പാടാം ഞാൻ. ഉനക്കെന്ന് വേണം சொல்லு உலகத்தை காட்டு சொல்லு புதுவிடம் புதுமேகம் தேடி போனே பிடிப்பதை வாங்க சொல்லு வெறுப்பதை நீங்க சொல்லு புதுவிடம் புதுவாறு நீந்தி பார்ப்போனே
പകലിനും വരുന്ന വരം പിഴന്ന പിന്നുയരെ വരും നിനത്തിരറിയാതെ സീതപ്പോലേ ഒരു വെള്ളിക്കൊലത്ത് പോലെ இந்த பூமி சினங்கும் கீழே அழியாத வைரம் போல இந்த வானம் நினைவும் நீல ஒரு வெள்ளிக்கொலுசு போல இந்த பூமி சினங்கும் கீழே அழியாத வைரம் போல இந்த வானம் நினைவும் நீல. ഗുഡ് ഗുഡ്. La 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 li la li la li la la ri ri la 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 li li la 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 li li la la.